ഹലോ, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയത് മുട്ടയും പഴവുമാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ ഫ്രൈ പാനിലോട്ട് ഞാൻ 2.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു വരും. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വരുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കരുത്. അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ബാക്കി ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് കറക്റ്റ് ആ കളറിൽ കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഞാൻ ഇപ്പം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു കാരമൽ ചേർത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് 2 പഴവും 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, 2 മുട്ടയും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 3/4 ഗ്ലാസോളം പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 200 ml ഉണ്ടാവും പാൽ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ പാത്രത്തിനുള്ളിലോട്ടായിട്ട് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്താലും മതി. എന്നിട്ട് കുക്കർ ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ വിസിലൊന്നും വെക്കണ്ട. വിസിൽ വെക്കാതെ അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതേപോലെ ഇത് ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാനൊരു 1/4 മണിക്കൂറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1/4 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. അപ്പോൾ അത് നമുക്കൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. അപ്പോൾ ഇത് ഫുൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് നന്നായി തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ സാധാ പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പം പുഡിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. താങ്ക്